ആയിരങ്ങൾക്ക് സായുജ്യമായി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ 7:30 പൊന്നാന ദർശനം. ഇന്നലെ രാത്രി 11:30-ക്ക് മഹാദേവനെ ശ്രീകോവിലിൽ നിന്നും ആസ്ഥാന മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചതോടെയാണ് 7:30 പൊന്നാന ദർശനത്തിന് തുടക്കമായത്. നിലവിളക്കുകളുടെയും കർപ്പൂര ദീപങ്ങളുടെയും പൊൻപ്രഭയിൽ രാത്രി 12-ന് ആസ്ഥാന മണ്ഡപ നട തുറന്നു. കണ്ടുതൊഴാൻ കാത്തുനിന്ന ആയിരങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്നും ഉയർന്ന നമശിവായ മന്ത്രങ്ങളാൽ ക്ഷേത്രാങ്കണം മുഖരിതമായി. ചെങ്ങന്നൂർ പൊന്നുരുട്ട് മഠത്തിലെ പ്രതിനിധി മണ്ഡപത്തിന് മുന്നിലെ പൊന്നിൻകുടത്തിൽ ആദ്യ കാണിക്ക അർപ്പിച്ചു. തുടർന്ന് മറ്റ് ഭക്തജനങ്ങളും കാണിക്കയർപ്പിച്ച് 7:30 പൊന്നാന പുറത്ത് എഴുന്നള്ളുന്ന തിരു ഏറ്റുമാനൂരപ്പന്റെ ദിവ്യസ്വരൂപം ദർശിച്ച് സായുജ്യം നേടി. 7:30 പൊന്നാനകൾ അഷ്ടദിഗ്ഗജങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഐതിഹ്യം. ഐരാവതം, പുണ്ടരീകം, കൗമുദം, അഞ്ജന, പുഷ്പദന്തം, സുപ്രീതകം, സാർവഭൗമൻ, വാമനൻ എന്നിവയാണ് അഷ്ടദിഗ്ഗജങ്ങൾ. വാമനൻ ചെറുതായതിനാലാണ് അരപ്പൊന്നാന ഉണ്ടായതെന്നും ഐതിഹ്യമുണ്ട്. പുലർച്ചെ 2 മണിയോടെ പൊന്നാനകളെ മതിൽക്കകത്ത് എഴുന്നള്ളിച്ചു. വലിയ വിളക്കിന് ശേഷം ആസ്ഥാന മണ്ഡപത്തിൽ തന്നെ പ്രതിഷ്ഠിച്ച 7:30 പൊന്നാനകളെ ആറാട്ട് ദിവസം ആറാട്ട് എതിരേൽപ്പ് സമയം വരെ ദർശിക്കാം. ഇന്നാണ് പള്ളിവേട്ട. നാളെ ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.